അതാണ് വിളിക്കുന്നതിന് ചായ കുടിക്കാൻ ചായ കുടിക്കാൻ ഈ 11:30 എന്തിനു കാണിക്കുന്നു? 11:30 എന്തിനു കാണിക്കുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അടിപൊളി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മനോജേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഷോർട്സ്. അപ്പോൾ ഈ ഷോർട്സ് കണ്ടിട്ട് കുറേ പേര് എനിക്ക് വന്ന് പേഴ്സണലിലേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതെവിടെയാ, എങ്ങനെയാണ്, ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നോട് ചോദിച്ചവരും ചോദിക്കാത്തവരും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് ദിവസത്തെ എൻ്റെ കഷ്ടപ്പാടാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ മെനക്കെട്ടു ഇതിൻ്റെ പിറകിൽ. കഴിഞ്ഞ മാസമൊക്കെ ചേട്ടൻ ഒരുപാട് വർക്ക് പ്രഷറിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ പതിവിനെക്കാട്ടി കുറച്ചും കൂടി ഒരു സർപ്രൈസ് എലമെൻ്റ് ഒക്കെ വെച്ചിട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് മനോജേട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവണം എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ സക്സസ് ആയി. ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ കണ്ടു നോക്കുക. കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് പറയുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരുടെ കാര്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, ഈ വീഡിയോസ് അയച്ചു തന്നവരുടെ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേട്ടന് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ വിഷിംഗ് വീഡിയോസിൻ്റെ കാര്യം എൻ്റെ മനസ്സിലില്ല. അത് പിന്നീട് വന്നൊരു തോട്ടായിരുന്നു. ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, പലരോടും ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. ചേട്ടനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ചേട്ടൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, പഴയ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്. റിലേറ്റീവ്സിനെ ഒബ്വിയസ്ലി എനിക്കറിയാം, പക്ഷേ ഈ പറഞ്ഞ കൊളീഗ്സ്, പഴയ സ്കൂൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അവരൊന്നും അറിയത്തേയില്ല. അറിയത്തില്ല ഇൻ ദ സെൻസ് കണ്ടറിയാം, പക്ഷേ സംസാരിച്ചിട്ടില്ല പലരോടും. അവരോട് ഞാനിങ്ങനെ വീഡിയോ ചോദിക്കുമ്പോൾ അവർ അത് ഭയങ്കര നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത് എന്നോട്. ഞാൻ ചോദിച്ചതിൽ ഒരു 95% ആൾക്കാരും എനിക്ക് വീഡിയോ അവർ അയച്ചു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവരെല്ലാവരും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സെലിബ്രേഷൻ ഇത്രയും കളർഫുൾ ആവുന്നത്. ഈ ഒരു ഞാൻ കൊടുത്ത ഫുള്ള് സംഭവത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നതും ആ ഒരു പോർഷനാണ്. ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുന്ന സമയം തന്നെ ഒരു ഇൻഹിബിഷനും ഇല്ല. അവർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അയച്ചിരും, തീർച്ചയായിട്ടും അയച്ചില്ല, അറിയിച്ചതിൽ വളരെ സന്തോഷം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പിന്നെ ചിലർ ഇതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കും പറ്റിയതിൽ വളരെ സന്തോഷം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അയച്ചു തന്നില്ലെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല, പക്ഷേ സ്റ്റിൽ നിങ്ങളെല്ലാവരും അത് അയച്ചു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചിലപ്പോൾ അതൊരു 3 seconds ബൈറ്റ് ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. പിന്നെ ഒരുപാട് പേര് കുറച്ചധികം നേരം 1 മിനിറ്റൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തന്നെ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ. അപ്പോൾ ചേട്ടന് എന്തുമാത്രം സന്തോഷം തോന്നി എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോ അയച്ചു തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാനോർത്ത് യൂഷ്വലായിട്ട് ഞാൻ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനങ്ങൾ. അതായത് ചേട്ടന് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ വർക്കിംഗ് ടേബിൾ സെറ്റ് തീർക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് പെൻ ഹോൾഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സൈഡിലൊരു പട്ടിക്കുട്ടിയൊക്കെ ഉള്ള. എന്നിട്ട് അതിൽ പെൻസൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചു. മുമ്പ് അതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ തപ്പിയിട്ടുണ്ടായിരുന്നൊരു കുഞ്ഞ് ചെടിയായിരുന്നു, പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ആ കയ്യിൽ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന എന്താ സാധനം വെച്ചാൽ ഞാൻ വെച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. ഒരു ഗ്ലാസ് ബൗൾ വാങ്ങി, എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പെബിൾസ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു റോസ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് റോസാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടേബിളിൽ വയ്ക്കുമ്പോഴത്തേക്കിനും ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. സോ അങ്ങനെ ചെയ്തു. പിന്നെ ഒരു കുഞ്ഞ് ഗണപതി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം ഈ ഗിഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന സാധനങ്ങളാണ്. മനോജേട്ടൻ പലതും ഇങ്ങനെ വന്നു പോകുന്നത് കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ കസിൻ ഇങ്ങനെ വാങ്ങുന്നൊരു അസുഖമുള്ള ആളായതുകൊണ്ട് പുള്ളിക്കാരൻ അവന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ എവിടെയാണ് ഒളിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരിക്കലും മനോജേട്ടൻ തുറന്നു നോക്കത്തില്ല എന്നുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ അടുക്കളയിൽ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഡബ്ബകളുടെയൊക്കെ ബാക്കിലൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ ഈ കവറിലോട്ട് ആക്കുമായിരുന്നു. ഇത് ഞാൻ ബർത്ത്ഡേ കവേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ബാക്കി കാർഡ്ബോർഡിൽ കാണുന്ന ഗിഫ്റ്റുകളെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇതൊക്കെ വന്നിരുന്നിട്ട്. പിന്നെ അല്ലാതെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, ഡ്രസ്സൊക്കെ ഞാൻ 2 ദിവസം മുന്നെയാണ് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ബാറ്ററി ക്യാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിലൊക്കെ വെച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററി ക്യാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ക്യാൻഡിൽസ് ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതേ കണ്ടില്ല, നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു. അപ്പം അത് ഞങ്ങൾ യൂഷ്വലി എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കാറുണ്ട്. ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക, അത് ചേട്ടനൊരു സന്തോഷമാണ്. സോ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാർഡൊന്നും എടുത്ത് വെച്ച് എഴുതാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, കാരണം ചേട്ടൻ്റെ റൂമിൽ തന്നെയാണ് ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും കസിനോട് പറഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയിച്ചിട്ട് പെട്ടെന്ന് ചടപട എഴുതുക. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു വാൾ ഹാങ്ങിങ് മേടിച്ചിട്ടുണ്ട്, അത് വാളിലൊന്നും ഹാങ് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇവിടെ തന്നെ വെച്ചേക്കുക, ബെഡിൽ തന്നെ.
ഒരു ഐഡിയ ഉണ്ട് ഗൈസ്, അത് ചീറ്റി പോകുമെന്ന് എനിക്കറിയത്തില്ല. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. മനോജേട്ടന് ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ് പാമ്പ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒരു ചെറിയൊരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെച്ച് ഇങ്ങനെ വെച്ചേക്കാം. അതാകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പൊക്കുമ്പോൾ അത് കാണുമ്പോൾ റിയാക്ഷൻ എന്താ നോക്കാം. എനിക്ക് അറിഞ്ഞൂടെ പേടിക്കില്ലേ, നമുക്ക് നോക്കാം. ഇതേ കിട്ടിയുള്ളൂ. അതിൻ്റെ നേരെ നിമിഷത്തോടെ എത്തും. അതിനുമ്പ് നമ്മുടെ പദ്ധതികൾ തീർത്തേക്കും, ഇല്ലെങ്കിൽ പിന്നെ ചെയ്ത് വെച്ചാൽ മുഴുവൻ കുളമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സംഭവം കഴിഞ്ഞിട്ടാണ് നാളത്തെ സംഭവം. അപ്പോൾ ഇത് ഇത്രയും കാണുമ്പോഴത്തേക്ക് നാളെ എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ചേട്ടൻ ചിന്തിക്കത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ സാധനത്തിൽ നമുക്ക് ചുട്ടിക്കുട്ടി ഇതിൻ്റെ അടിയേറ്റം എന്താ പാമ്പ് ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ഈ എന്തോ ആവേ അത് എന്തത് ഒച്ചോടാ, അത് കേക്കിനല്ലേ. ഏകദേശം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പം ചേട്ടൻ എത്താറായിട്ടുണ്ടെന്നാണ് മെസ്സേജ് കിട്ടിയത്. ഇത് ഫാൻ ഇട്ട ഈ സാധനം പറന്നു വന്നതുകൊണ്ട് ഫാൻ ഇടാതെ ഇവിടെ കുളിച്ച് നിൽക്കാൻ വേണ്ടി ശ്രദ്ധമൊക്കെ കഷ്ടപ്പെടാൻ നിൽക്കുന്ന മക്കളെ ഒന്നും വേണ്ട. ഇതിപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സമയം കിട്ടുമെന്നല്ല എനിക്ക് വിചാരിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയം വളരെ പരിമിതമായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അവനോട് ചേട്ടനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി ഒന്നുമില്ല, ഇനിയിപ്പോൾ ചേട്ടൻ ഓരോന്ന് പിടിച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ നമുക്ക് സംഭവം. പിന്നെ രാത്രി 12 മണിക്ക് മുറിക്കാനായിട്ട് അവനൊരു കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ വേറെ കേക്ക് മുറിക്കും. പക്ഷേ ഇത് ഞാൻ അറിയാതെ അവൻ ഒരു കേക്ക് പിടിച്ച് വെച്ചിട്ട് 12 മണിക്കേ മുറിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. മക്കളെ ഇതിപ്പോൾ മനോടെ കാണുന്നത് ലോക്കിൻ്റെ സൗണ്ട് എനിക്കിവിടെ കേൾക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ലൈറ്റ് അടിച്ചിട്ട് വെള്ളിയിട്ട് പോയിട്ട് ചേട്ടൻ തുറക്കുമ്പോഴത്തേക്ക് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തുറക്കുമ്പോൾ എന്താണെന്ന് പറയും. നീ അവസാന നിമിഷം കൊളോക്കുണ്ട് കൊണ്ട് വെച്ച് തട്ടിയിട്ട് ഏത് അന്തൊക്കെ പോയതാ ഇവനൊന്നും മേടിക്കേണ്ടത് ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാം കുളമാക്കും. ഈ കുരങ്ങ് കുറെ നേരം കൊണ്ട് ഓപ്പൻ ഓപ്പൻ ശരി ഞാൻ പോയെടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ചോണ്ടേ ഇങ്ങനെ ഞാൻ പ്രതീക്ഷയുള്ളൂ. കാരണം അങ്ങനെയല്ല വെച്ചിട്ട് ഇങ്ങനെ വെച്ചത് പേടിച്ചു. കൈ വെക്കുമ്പോ അതിനടി കണ്ടത് ബർത്ത്ഡേക്കല്ലേ ഇതൊക്കെ മേടിച്ചാൽ പറ്റും. പക്ഷെ ബർത്ത്ഡേക്ക് അതൊന്നും പ്രതീക്ഷ മതി ഇതൊക്കെ. മുട്ടയൊക്കെ തരത്തേക്കുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് ക്യാമറ കാണിച്ചു കൊടുക്കാം. ഇതല്ലേ ഭക്ഷണം നല്ലത്, ഇതല്ലേ ഭക്ഷണം നല്ലത് അല്ലേ? ഞാൻ സമ്മറിന് പറ്റിയ സാധനമാണ്. അത് വെക്കാൻ വേണ്ട. അതാണ് അതിന്റെ പ്രത്യേകത. എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒട്ടും സെലക്ട് അറിയില്ല. ഇത് മൂന്നും ഞാൻ തുറന്നിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്ത് നോക്കാൻ എനിക്ക് അറിയാം. മേച്ചിന് മേടിച്ചോണ്ട് പറഞ്ഞ പൈസ പറഞ്ഞു
അത് ഇപ്പൊ ഇയാളെ കൈ ചോദിച്ചാൽ തന്നില്ല. അശ്വതി മനസ്സിൽ മനോജ് എഴുതി വെച്ചേക്കുന്നു. ഇവ വന്നോട്ടെ ഓപ്പൺ എന്നിട്ട് പറയാ എന്നിട്ട് ഇതെടുത്തിരുന്നു മാച്ച് ബോക്സ് എടുത്തോണ്ടിരുന്നു. ഇത് കത്തിക്ക്. Your smile is worth 1,000 words. നമുക്ക് ചിരിക്കി ചിരിച്ചുകൊണ്ടിരിക്കും. When you thought I turned to you, my biggest cheerleader, because your smile tells that all it is okay. ഇതൊന്നും ഞാൻ എഴുതിയില്ല കേട്ടോ, ഇതൊക്കെ അവരെന്നെ എഴുതി ഒപ്പിച്ച് ഞാൻ ട്രൈ ചെയ്തതാണ്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് 5 ദിവസം താൻ പറ്റില്ല. അതെന്ത് വേണമെന്ന് ചേട്ടൻ തുറന്നു നോക്കി, എല്ലാതെയും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. ഇതാണ് അതിന്റെ അടിഭാഗം. ഇനി അതിന്റെ മോൾ ഭാഗം അത് പതുക്കെ തുറന്നു നോക്കും. അതുപോലത്തെ ചില്ല സാധനങ്ങളൊന്നും എനിക്കില്ല. വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അജണ്ട. ഇത്തവണത്തെ ബർത്ത്ഡേ അജണ്ട. ഇത് ചേട്ടന് 5 മിനിറ്റ് കൊണ്ട് അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ വച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് താഴെ എത്തും. അപ്പൊ അങ്ങനെ ചേട്ടന് ചെയ്യാം. ഇതിന്റെ ബാക്ക് ഭാഗം ചേട്ടൻ റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് അതിന്റെ അടിഭാഗത്ത് ഫിറ്റ് ചെയ്യണം. ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ബാറ്ററി ചെയ്യണം. എനിക്കറിയാം ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ ഇഷ്ടം വരുന്നത് താല്പര്യം വരുന്നത്. ജോലി ചെയ്യാൻ തൊരായിട്ടിരിക്കുകയല്ലേ. ഇതിനകത്ത് ഇയാൾ വെള്ളം കുടിക്കത്തില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ദിവസം 9 ഗ്ലാസ് വെള്ളം, ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തോണം, മനസ്സിലായില്ലേ? പിന്നെ ചെയ്യാനുള്ള ടെസ്റ്റ്, മീറ്റിംഗ്, കോള് അതൊക്കെ ചെയ്യാം. അതേതാണ് ഈ മാർക്കർ പേര്. ബാറ്ററി വെച്ചാൽ 9 വേണം ഇതിനകത്ത്. ബാറ്ററി ഇടണം കേട്ടോ. വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്യണം മെയിൻ പരിപാടി. അപ്പൊ നമ്മൾ അടുത്ത് കഴിഞ്ഞ് അടുത്തതാണ്. ഇതിന്റെ മേളിൽ സഹായിക്കുന്ന കണ്ടോ? നിങ്ങൾ കണ്ടോ? സൂക്ഷിച്ചേക്കണേ. അടുത്ത ഞാൻ ചോദിക്കുന്നത് എനിക്കറിയാം. അങ്ങോട്ടൊന്നും കളയത്തില്ല. അതൊന്നും എനിക്ക് ഇതിന്റെ ലാപ്ടോപ്പ് ഞാൻ ചോദിക്കുന്നത് മനോജോട്ടം കണ്ടോ? ചേട്ടൻ വർക്കിൽ അതാണ് എന്റെ ഒരേ ഒരു ആശ്വാസം. ഇവര് പറയും മനോട്ട് മനസ്സിലാവും പറയുമ്പോൾ എനിക്ക് ഇല്ലടാ മനസ്സിലാവത്തില്ല. ഞാൻ തലമുറ വർക്ക് ചെയ്യുന്നില്ല. ചേട്ടൻ ഇവിടെ ഒരു തരത്തിൽ ഇറങ്ങുന്നില്ല, അടയിരിക്കല്ലേ. ഇന്നത്തെ വെളിയിറങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വാസം. ഇയാളെ ടേസ്റ്റ് ഒക്കെ കാണിച്ചാണ്. ചുമ്മാ ചുമ്മാ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ലൈഫിലും അത് ഞാൻ ഒരുപാട് തപ്പി കിട്ടിയതാ. അത് കഴിഞ്ഞു അക്ഷയ പത്രമൊന്നുമല്ല. അച്ഛൻ കൊടുക്ക്. അത് തെച്ചന്റെ ഗിഫ്റ്റാണ്. സന്തോഷിക്കണ്ട, തീരെ കൊടുക്കുന്നില്ല. വെള്ളം കുടിക്കണം, അതാണ് ഒരു മനുഷ്യനാക്കി വേണ്ടത്. ഇതിനകത്ത് വെള്ളം കുടിച്ചിട്ട് ഇയാളകത്ത് നോട്ട് ചെയ്ത് വെക്കണം. ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ബർത്ത്ഡേയുടെ സംഭവം അതൊക്കെ ചെയ്യാന്ന് തപ്പണം മെനക്കെട്ട് തപ്പണം. അപ്പൊ ഇയാളെ സംഭവം സെറ്റ് ആയില്ലേ? ഇയാളെ ഹാപ്പി ആയി. ഇയാളെ മുഖത്ത് ചിരി വന്നത് ആ വർക്കിംഗ് ടേബിൾ സെറ്റ് ആണെന്ന് എനിക്കറിയാം. പിന്നെ ഇയാൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കത്തില്ല, വേണ്ട വെള്ളം കുടിക്കത്തില്ല. അതിനാണ് ആ സാധനം. അതെ, ഇത് കാണുമ്പോ അച്ഛാന്ന് പറഞ്ഞാൽ അവൻ എഴുതിയിരുന്ന കാണുമ്പോ ചേട്ടൻ കുടിക്കും. അവൻ പറഞ്ഞാൽ ചേട്ടൻ കേൾക്കും, ഞാൻ പറഞ്ഞാലോ മനട്ടൻ കേൾക്കത്തില്ല. അടച്ചടിച്ചിട്ടാണ് ഞാൻ ചെയ്ത് നിർത്തുന്നത്. എനിക്കറിയാൻ ഞാൻ പറഞ്ഞു വേടാ മെസ്സേജ് വെച്ചിട്ടാ അരമണിക്കൂർ എങ്ങനെയും പിടിച്ചു നിർത്തണേ പറഞ്ഞ് പാവം. അതാണ് വിളിക്കുന്നതിന് ചായ കുടിക്കാൻ എന്ത് നോക്കി നീ എങ്ങനെ പിന്നെ പിടിച്ചു നിർത്തി? പിടിച്ചെടുത്തില്ല, ഞാനറിഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ നമുക്ക് അത് ഇതല്ല അവ എല്ലാത്തിനും നൈസിന് അവനായിട്ട് പിടിച്ചെടുത്തതിന് പോലെ ഞാൻ തന്നെ മട്ടൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നീ എന്തെങ്കിലും ഒരെണ്ണം അറേഞ്ച് ചെയ്യും, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യണമെന്നില്ല. അതൊരു 12 മണിയാകുമ്പോൾ നീ എവിടെയെങ്കിലും കൊണ്ടുവരും. നീ 11:45 ശേഷം നിങ്ങൾ എന്തിനു വിളിച്ചാലും അവിടെ ഇപ്പൊ ഒരു സാധനം കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പറഞ്ഞാൽ
ഇത് അതല്ല, ഇത് ചേട്ടന് 2 ദിവസം ഞാൻ നോക്കുന്നത് ഇറങ്ങാൻ പറ്റുന്ന ചേട്ടന് റൂമിൽ അറിയുന്നില്ല. കാരണം മറ്റോ പറഞ്ഞായിരുന്നു ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം എന്ന് പറഞ്ഞത്. ഞാൻ വിളിച്ചു അവൻ പോകുന്നത് റിപ്പോർട്ട് അത് പിന്നെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ, ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇവൻ കയറി പെട്ടെന്ന് ഇവൻ കയറി ഹാപ്പി ബർത്ത്ഡേ അല്ല, ഇവൻ ഓപ്പൺ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവൻ കഥ തുറക്കാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനോട്ട പിന്നൊന്നും അവനായിട്ട് തുറന്നാൽ എല്ലാം തീർന്നില്ല, മനോട്ടം തുറക്കട്ടെ തിരിച്ചു. എനിക്ക് ആവശ്യമില്ലാത്ത ഒറ്റ സാധനമല്ല. ഇമാതിരി സാധനം സത്യം പറഞ്ഞ ഒരു 1/2 മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെള്ളം കുടിക്കുന്ന സാധനം. ഞാൻ വെള്ളം കുടിയില്ല, വെള്ളമേ കുടിയില്ല. ഇഷ്ടപ്പെട്ട മനോട്ട ഇഷ്ടപ്പെട്ട എനിക്കത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നീ തന്നേക്കുന്നത്. നാണോ ഇല്ലല്ലോ, ട്രോഫി പിടിച്ചോണ്ടിരിക്കും. ഇത് ഇടക്കിടക്ക് ചേട്ടൻ തോന്നും കൊച്ചു പറയുന്നതാണ്. അപ്പത്തേക്കെങ്കിലും ചേട്ടൻ വെള്ളം കുടിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അവർ ലാസ്റ്റ് സാധനം എഴുതിയില്ലേ, അത് കണ്ടപ്പോഴാണ് എനിക്ക് മോശം. ഈ 11:30 എന്തിനു കാണിക്കുന്നു? 11:30 എന്തിനു കാണിക്കുന്നു? സംഭവം എഴുതാൻ കിട്ടിയപ്പോഴേ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തരാം. പിന്നെ പറഞ്ഞതൊന്നും അല്ലെങ്കിൽ വർക്ക് ചെയ്യാറില്ല. 5 മിനിറ്റ് തീർക്കാനാണ് എന്റെ പ്ലാൻ. പണിയെടുത്തു, ആസ്വദിച്ച് പണിയെടുത്തു. ഒരു ട്രെയിൻ കാണാൻ വേണ്ടി ട്രെയിനിന്റെ കൂടെ അങ്ങ് പോയാ. അതുകൊണ്ടെന്താ നമ്മൾ കൊടുക്കുന്ന 1 രൂപയുടെ മുട്ടായി ആണെങ്കിൽ അത് ഗിഫ്റ്റാണ്. കട്ടിങ് ഒന്നുമല്ല. എൻ്റെ അല്ലേ, എൻ്റെ അല്ല, ഇത് വൈഷൂസ്. കുത്തട്ടാ അവൻ കുറെ തീപ്പെട്ടി എടുത്തോണ്ടിരിക്കുന്നത്. തെച്ചു കണ്ട ഊതുന്നുണ്ട്, അവനത് ഊതണം. അവൻ തീപ്പെട്ടി എടുത്ത് അവിടെ വരെ കൊണ്ടുവന്ന്. എല്ലാം വെച്ചിട്ട് നമുക്ക് ഊതാം. തെച്ചൂട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday to you, happy birthday dear Manutan, happy birthday to you. സൂപ്പർ. ഇത് കേക്ക് മുറിഞ്ഞു പോയെങ്കിൽ വിഷമമില്ല, കാരണം സൂപ്പർ കേക്ക്. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. Moonlights, summer sky, it was the best we ever had. And we'll stay young forever, we'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. Hi, happy birthday Manu. Hi, happy birthday Manuta. Love you. Hello. Hello. Happy birthday Mancheta. Happy birthday മനോജെ ഹാപ്പി ബർത്ത്ഡേ സന്തോഷമായിട്ടിരിക്കണം മേക്ക് ദിസ് ഡേ മെമ്മറബിൾ വൺ Happy birthday Manoj. Stay blessed. Happy birthday Manoj Jeta. Happy birthday Manoj Jeta. Birthday Manoj. Happy birthday Manoj Jeta. Hi, happy birthday Manue. Happy birthday. Stay blessed. Stay happy. Happy birthday, Manu Mama. Happy birthday bro. Happy birthday to you. Happy birthday to you. Happy birthday, dear Manu Uncle. Happy birthday to you. Happy birthday, Manu Jeta. Hi Manoj, many happy returns of the day. Happy birthday to you Manoj. Have a great day. Happy birthday Manoj. Happy birthday, Manoj. Happy birthday Jeta. Happy birthday, Mama. ഹായ് മനോജ്. മനോജ് ഏട്ടന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. Happy birthday, Manoj Uncle. പ്രിയ കൂട്ടുകാരാ മനു, നിനക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. Hello, happy birthday. Manolia, happy birthday. Have a blast. Hi Manoj. Many happy returns of the day Manoj. God bless you. ഹായ് മനോജ്, 1000 ജന്മദിനാശംസകൾ. Many happy returns of the day Manoj. Hello sir, wish you many more happy returns of the day. Keep smiling forever. Happy birthday sir. Happy birthday sir. Hi Ashani, wish you many happy returns of the day. Hi Manoj, happy birthday bro. Just want to say that you are a great teammate
It has been around 4 years we have been working together. So all the best, bro, and enjoy your day. Hello Manoj, just wanted to wish you a very happy birthday and busy season खत्म होने वाला है, so please take out a good break for yourself and for your family and I want कि आप अपने birthday के दिन please कोई काम ना करें. Happy birthday once again. Hi Manoj, I am here to wish you a very happy birthday. Happy birthday, many happy returns of the day, and I wish that always happiness around with you and with your family as well, and wish you a great health and all the success in your life. You are doing great job, so keep it up. Well done. Bye. Take care. हेलो मनोज जी, विश यू many more हैप्पी रिटर्न्स ऑफ द डे. आपके बर्थडे के लिए आपकी वाइफ ने बोला था कि एक बर्थडे वीडियो भेजने के लिए, तो इसलिए ये लगा मुझे, हमें भी यही लगा कि ये एक वन ऑफ द बेस्ट आइडियाज़ होगा, तो हमारा तरफ से ये वीडियो है. अगर आपके बारे में लाइक बिना कुछ बताए तो लाइक इट विल बी नॉट फेयर एट ऑल. सो लाइक जब भी मैंने ज्वाइन किया था PWC में, तो वन ऑफ द सीनियर्स आप ही थे जिसके साथ मैंने काम किया है और जिसके साथ काम करने में मज़ा आता है. द वे यू लुक एट योर जूनियर्स एंड द वे यू रेस्पेक्ट योर सीनियर्स, इट इज़ हाईली कमेंडेबल. एंड इसलिए लाइक आपको जैसे मनोज जी बुलाते हैं, वो ऑटोमेटिकली वो रेस्पेक्ट से आ जाता है एंड यू आर वेरी डाउन टू अर्थ पर्सन. बस यही मेरा उम्मीद यही है कि फ्यूचर में भी हमारा जो भी अभी बॉन्डिंग है वो ऐसे ही कंटिन्यू रहेगा. विश यू मेनी मोर हैप्पी रिटर्न्स ऑफ द डे अगेन. അതുകൊണ്ട് എത്രയും പേർ ഇതിലിടാത്ത ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് പ്രതിയായി. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അടിപൊളി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്? ഏറ്റവും കൂടുതൽ മറ്റേ എൻ്റെ കൊളീഗ്സിൻ്റെ പിന്നെ എല്ലാവരുടെയും പറ്റുന്ന വിഷസ് ഒക്കെ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും റിലേറ്റീവ്സും, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് പ്രത്യേകിച്ചും അല്ല, അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ആണെങ്കിൽ വിഷ് ചെയ്യാറുണ്ട്, പിന്നെ റിലേറ്റീവ്സും ചെയ്യാറുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് വിഷ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. പിന്നെ എൻ്റെ കൂടെ +2 പഠിച്ച പിള്ളേർ, ഞാനാണെങ്കിൽ ഗ്രൂപ്പിൽ ആക്റ്റീവ് പോലും ഇല്ല. പിന്നെ എൻ്റെ കൂടെ PWC വർക്ക് ചെയ്യുന്നവർ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത് നീ എങ്ങനെ ഒപ്പിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. PWCയിലുള്ളവർക്ക് വേണ്ടി ഹിന്ദിയിൽ 2 വാക്ക് സംസാരിക്കും. ओके, वी आर एक्चुअली PWC से सुबुदी, अर्जित, सौरव और स्मृति. एक्चुअली आप लोगों का जो विशेष था एक्चुअली वो बहुत बढ़िया था. मैं एक्सपेक्ट भी नहीं किया. एक्सपेक्ट तो क्या, एक्चुअली मुझे पता भी नहीं था कि मेरा वाइफ आप लोग को रीच आउट करके ऐसा एक बाइट लेके आएगा. तुम खुश हो? थैंक यू सो मच, बहुत खुश हूँ. मैं एक्चुअली आप लोग को एक एक करके कॉल कर लूँगा. अभी के लिए बस इतना ही बता रहा हूँ. We are waiting for your response. Definitely, thank you so much. Thank you so much. Thank you.